CTG ജ്ഞാൻവാപിയിൽ ഹൈന്ദവരുടെ സുപ്രധാനമായ ഐതിഹാസികമായ വിജയമാണ് ഉണ്ടായിരിക്കുന്നത്. ഹിന്ദുക്കൾക്ക് ആരാധന നടത്താൻ വാരണാസി ഹൈക്കോടതി അനുമതി നൽകിയിരിക്കാൻ 7 ദിവസങ്ങൾക്ക് ശേഷം പൂജകൾ ആരംഭിക്കാമെന്ന് കോടതി ഉത്തരവ് നൽകിക്കഴിഞ്ഞു. എങ്ങനെ പ്രതികരിക്കുന്നു, എങ്ങനെ നോക്കിക്കാണുന്നു ഈ ഒരു സാഹചര്യത്തെ? അതിന്റെയും വിശദമായ ഉത്തരവ് കാണണം. കാരണം അവിടെ ശൃംഗാർ ഗൗരി ക്ഷേത്രം എന്ന് പറഞ്ഞുകൊണ്ട് അത് ഈ മസ്ജിദിന്റെ ഭിത്തിയിൽ തന്നെ ഉള്ളൊരു ക്ഷേത്രമാണ്, കോമൺ ഭിത്തി പോലെ. അവിടെ പ്രാർത്ഥിക്കാനുള്ള അവകാശം വേണമെന്ന് പറഞ്ഞിട്ട് 5 സ്ത്രീകൾ പെറ്റീഷൻ കൊടുത്താണ് ഈ കേസ് തുടങ്ങുന്നത് തന്നെ. അതുകൂടാതെ അടുത്ത കേസാണ് ഈ ജ്ഞാൻവാപി മോസ്ക് എന്ന് പറയുന്നത് തന്നെ വിശ്വാസ ക്ഷേത്രം പൊളിച്ച് പണിഞ്ഞതാണെന്നും അതിനടിയിൽ ക്ഷേത്രമുണ്ടെന്നും പറഞ്ഞുള്ള രണ്ടാമത്തെ കേസ്. അപ്പൊ അത് മിക്കവാറും ഞാൻ ആദ്യം പറഞ്ഞ ആ ആരാധനയ്ക്കുള്ള അവകാശമായിരിക്കും ഇപ്പൊ കൊടുത്തിരിക്കുക. ഏതായാലും രണ്ടാമതും കൊടുക്കേണ്ടി വരും. മുസ്ലിം സമുദായം വിവേകപൂർവ്വം ഇത്തരം ചരിത്രത്തിലെ തെറ്റുകൾ തിരുത്താൻ തയ്യാറാവണം. മുസ്ലിം സമുദായത്തിന്റെ ആരുമായിരുന്നില്ല ഈ ചെയ്ത ആൾക്കാർ, ഒരു മതത്തിൽ അവർ പെട്ടു എന്നേ ഉള്ളൂ. ഞാൻ ഹിന്ദുവാണ് എന്ന് വിചാരിച്ചിട്ട് രാജീവ് ഗാന്ധിയെ കൊന്ന വേലുപ്പിള്ള പ്രഭാകരനെ ഞാൻ സപ്പോർട്ട് ചെയ്യുക ചെയ്യില്ലല്ലോ, ചെയ്യാൻ പാടില്ലല്ലോ. ഇത്രയും ബന്ധമേ നിങ്ങൾക്ക് ഈ ഔറംഗസീബും ബാബറും ഒക്കെ ആയിട്ടുള്ളൂ. നിങ്ങൾ ഒരേ മതക്കാരായി പോയി, ഇത്രയേ ഉള്ളൂ സംഭവം. അതുകൊണ്ട് അവർ ചെയ്ത പോക്കൃത്തരത്തിനെല്ലാം നിങ്ങൾ ന്യായം പറയാനും സാധൂകരിക്കാനും സപ്പോർട്ട് ചെയ്യാനും ഒക്കെ നടക്കരുത്. ഗ്രേസ്ഫുൾ ആയിട്ട് ഇതൊക്കെ വിട്ടുകൊടുക്കുക. എങ്കിൽ മാത്രമേ ഈ നാട്ടിൽ സമാധാനമായിട്ട് ജീവിക്കാൻ സാധിക്കൂ. ഇതിന് താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഈ മുഗൾ അധിനിവേശ കാലത്ത് ധാരാളം ഇത്തരത്തിലുള്ള ഹൈന്ദവ ക്ഷേത്രങ്ങൾ തകർക്കപ്പെട്ടിട്ടുണ്ട്. അവിടെ പിന്നീട് ഇസ്ലാമിക അധിനിവേശം അവരുടെ ആരാധനാലയങ്ങൾ സ്ഥാപിക്കുകയുമാണ് ചെയ്തത്. അത് പിന്നീട് വീണ്ടെടുക്കാൻ കഴിയാത്ത വിധം ഈ അധിനിവേശ ശക്തികളുടെ ഒരു അധീനതയിലാവുകയും ചെയ്തു. ഇപ്പോൾ വീണ്ടും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആണ് ഇത്തരത്തിലുള്ള ഒരു ഹർജിയുടെ ഫലമായിട്ട് പഠനം നടത്തുകയും പിന്നീട് കോടതി തന്നെയാണ് ഈ സുപ്രധാനമായ വിധി പ്രഖ്യാപിക്കുകയും ചെയ്തത്. എങ്കിലും ചില വിമർശനങ്ങൾ പല കോണുകളിൽ നിന്നും ഉയർന്നു വരുന്നുണ്ട്. അത് രാഷ്ട്രീയമായിട്ടുള്ള വിമർശനങ്ങളാണ്. പക്ഷേ ആ രാഷ്ട്രീയമായ വിമർശനങ്ങളുടെ വായടപ്പിക്കുന്ന കണ്ടെത്തലാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കണ്ടെത്തിയിരിക്കുന്നതും കോടതിയുടെ വാരണാസി കോടതിയുടെ ഭാഗത്തിനും ഉത്തരവിലൂടെ പുറത്തു വന്നിരിക്കുകയും ചെയ്തത്, അല്ലേ? അതെ, രാഷ്ട്രീയമായ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും എല്ലാ ഇഷ്യൂവിലും ഉണ്ടാവും. ഇതൊരു മതപരമായ പ്രശ്നമാണ്. അതുകൊണ്ട് മുസ്ലിങ്ങളുടെ വോട്ട് വേണമെന്ന് ആഗ്രഹിക്കുന്നവര് ഈ ഔറംഗസീബിനൊക്കെ സിന്ദാബാദ് വിളിച്ചുകൊണ്ടിരിക്കും. അത് അനിവാര്യമായ ഒരു പ്രക്രിയയാണ്, അത് നമുക്ക് തടയാൻ പറ്റില്ല. ഞാൻ മുസ്ലിങ്ങള് ഒരു സമുദായം എന്നുള്ള നിലയ്ക്ക് എനിക്ക് അവരോട് പറയാനുള്ളത്, നിങ്ങളിത് വിട്ടുകൊടുക്കുക. രാഷ്ട്രീയക്കാരെന്തെങ്കിലും ചെയ്തോട്ടെ, അവരായി അവരുടെ പാടായി. അവരുടെ അഭിപ്രായം കേട്ട് നിങ്ങൾ സംഘർഷത്തിനൊന്നും ഇറങ്ങി പുറപ്പെടരുത്. ഇതൊക്കെ ലെജിറ്റിമേറ്റ് ആയുള്ള ഡിമാൻഡ്സ് ആണ് ഹിന്ദുക്കളുടെ. അത് സന്തോഷമായിട്ട് അത് വിട്ടുകൊടുത്താൽ അതായിരിക്കും നമ്മുടെ ഒരു മതസൗഹാർദ്ദത്തിന് എപ്പോഴും നന്നാവുക. അതല്ലാതെ വഴക്കിനൊക്കെ പോയി കഴിഞ്ഞാൽ അവസാനം എങ്ങും എത്താതെ പോകും നിങ്ങളുടെ ആഗ്രഹങ്ങൾ. ഹിന്ദുക്കൾ അവരുടെ കാര്യം നേടുകയും ചെയ്യും. പഴയ ഹിന്ദു അല്ല ഇപ്പോഴത്തെ ഹിന്ദു സമാജം. ഈ തല്ലും കുത്തും തൊഴിയും ഒന്നും കൊള്ളുന്ന ആൾക്കാർ അവരുടെയൊക്കെ കാലം കഴിഞ്ഞു. ഇപ്പോ ഉണരുന്ന ഹിന്ദുത്വത്തിന്റെ കാലമാണ്. അത് മനസ്സിലാക്കി മുസ്ലിങ്ങൾ അതിനോട് സഹകരിക്കുന്നതാണ് അതിന്റെ ഒരു ഭംഗി. ഇൻ ദ ഫിറ്റ്നസ് ഓഫ് തിങ്സ് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുമല്ലോ. ബെറ്റർ യു കോപ്പറേറ്റ് ബിക്കോസ് റിയാലിറ്റി ഈസ് ഓൺ ദ സൈഡ് ഓഫ് ഹിന്ദുസ്.